നമസ്കാരം. NSS ചടയമംഗലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണത്തിൻ്റെ തത്സമയത്ത് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ പെട്ടെന്ന് തന്നെ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. യോഗ നടപടി ആരംഭിക്കുകയാണ്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായി ബഹുമാന്യനായ താലൂക്ക് യൂണിയന്റെ ഉപാധ്യക്ഷൻ ശ്രീ KG വിജയകുമാർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളും. ആദ്യമായി ആചാര്യ സന്നിധിയിൽ ഭദ്രദീപം തെളിയിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. वन्दे भारत केसरीन्द्र सुमदे कारुण्य
യൂണിയന്റെ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് ക്ഷണിക്കുന്നു. വരുന്ന വിദ്യാർത്ഥികൾ ബാക്കിൽ കുറച്ചുകൂടെ സീറ്റ് അറേഞ്ച് ചെയ്യാം. ഫ്രണ്ടിലും 3-4 സീറ്റുണ്ട്. ബാക്കിൽ കുറച്ച് ഒരു വരിയും കൂടെ കസേര നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ താലൂക്ക് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KG വിജയകുമാർ സാർ, ബഹുമാന്യനും സമാരാധ്യനുമായ നമ്മുടെ ഈ വിദ്യാഭ്യാസ ധനസഹായ വിതരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് ചിതറായ രാധാകൃഷ്ണൻ നായർ സാർ, ബഹുമാന്യരായ താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, ബഹുമാന്യരായ താലൂക്ക് വനിതാ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, ഇന്നിവിടെ നമ്മുടെ ഈ വിദ്യാഭ്യാസ ധനസഹായ വിതരണത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള വിവിധ കരയോഗങ്ങളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അതോടൊപ്പം തന്നെ നമ്മുടെ കരയോഗങ്ങളിൽ നിന്നുള്ള കരയോഗ നേതാക്കളായ കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. മുമ്പോട്ടിരിക്കാം. ഇവിടെ 1-2 കസേര അവിടെ കൊണ്ടിരിക്കാം. നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നായർ സർവീസ് സൊസൈറ്റി സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ പഠിക്കാൻ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ഇതിന്റെ ഭാഗമായി കേരളത്തിലെ 6000-ഓളം കരയോഗങ്ങളിലെ ഓരോ വിദ്യാർത്ഥിക്ക് 2000 രൂപ വീതം സ്കോളർഷിപ്പ് അനുവദിക്കുന്നുണ്ട്. നമ്മുടെ താലൂക്ക് യൂണിയനിലും പ്രവർത്തനക്ഷമമായ 94 കരയോഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് 2000 രൂപയുടെ വിദ്യാഭ്യാസ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു വർഷം നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായമായും 15000 രൂപ വീതം അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ ധനസഹായത്തിന് മാരകമായ അസുഖങ്ങളാൽ പിടിപെട്ട് വളരെയധികം വിഷമം അനുഭവിക്കുന്ന നമ്മുടെ നിർധനരായ സമുദായങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചികിത്സാ ധനസഹായം അനുവദിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായി ഭൂമിയുണ്ട്, വീടില്ലാത്തവർക്ക് ഭവന നിർമ്മാണ ധനസഹായമായി ഇപ്പോൾ 1 ലക്ഷം രൂപ വീതം പൈസ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ താലൂക്ക് യൂണിയനിൽ നേരത്തെ പറഞ്ഞ ഈ സ്കീം പ്രകാരം വിവാഹ ധനസഹായം 6 പേർക്കും, ചികിത്സാ ധനസഹായം 6 പേർക്കും, അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ ധനസഹായം 3 പേർക്കും അനുവദിക്കുന്നുണ്ട്. അപ്പൊ അത് ഒട്ടനവധി അപേക്ഷകൾ നമ്മുടെ താലൂക്ക് യൂണിയനിൽ ഈ കാലയളവിൽ എത്താറുണ്ട്. യൂണിയൻ കമ്മിറ്റി കൂടി അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ച്, അതായത് നേരത്തെ കൊടുത്ത കരയോഗങ്ങൾ എങ്കിലും ഏറ്റവും അധികം പരിഗണിക്കേണ്ട അപേക്ഷകൾ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കി നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ വരുന്ന അപേക്ഷകൾ, അതായത് ജൂൺ മാസമാണ് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇതിന്റെ അറിയിപ്പ് കിട്ടുന്നത്. ആ ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ വരുന്ന അപേക്ഷകൾ പരിഗണിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണം, ചികിത്സ 6 പേർക്ക്, വിവാഹ ധനസഹായം 6 പേർക്ക്, ഭവന നിർമ്മാണ ധനസഹായം 3 പേർക്ക് അനുവദിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ 3,30,00,000 രൂപയാണ് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ഈ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരം ഒരു വർഷം അനുവദിക്കുന്നത്. ഇത് കരയോഗ ഭാരവാഹികൾ ഇത് അറിഞ്ഞിരിക്കണം. കാര്യം നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും താലൂക്ക് യൂണിയനിൽ നിന്നും അല്ലെങ്കിൽ കരയോഗങ്ങളിൽ നിന്നും എന്ത് ലഭിക്കുന്നു, എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് ചോദിക്കുന്നവരെ മുന്നിൽ നമുക്ക് പറയാനുള്ള മറുപടിയാണിത്. 3,30,00,000 രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നായർ സർവീസ് സൊസൈറ്റി ഈ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരം നേരത്തെ പറഞ്ഞ ഇനങ്ങളിലായി വിദ്യാഭ്യാസ ധനസഹായവും, ഭവന നിർമ്മാണ ധനസഹായവും, ചികിത്സാ ധനസഹായത്തിനായും, വിവാഹ ധനസഹായത്തിനായും ഇത്രയും രൂപ അനുവദിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഭവന നിർമ്മാണ ധനസഹായത്തിനായി 1,30,00,000, വിദ്യാഭ്യാസ ധനസഹായത്തിനായി 90,00,000, വിവാഹ ധനസഹായത്തിനായി 55,00,000, ചികിത്സാ ധനസഹായത്തിനായി 55,00,000 രൂപയാണ്
കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷം നായർ സർവീസ് സൊസൈറ്റി സാമൂഹ്യക്ഷേമ പദ്ധതിക്കായി മാറ്റിവെച്ചത്. അത്രയും തുക ചെലവഴിക്കുകയും ചെയ്തു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് നായർ സർവീസ് സൊസൈറ്റി സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ താലൂക്ക് യൂണിയന്, നമുക്കറിയാം സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയുള്ള താലൂക്ക് യൂണിയനാണ്, എങ്കിലും നമ്മുടെ സമുദായങ്ങളെ പരമാവധി സഹായിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ താലൂക്ക് യൂണിയനും ഈ 2000 രൂപയ്ക്ക് പുറമെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്ക് ഒരു സ്കൂൾ ബാഗും, അതേപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ള ഒരംഗത്തിന് ഓരോ കരയോഗത്തിൽ നിന്നും വാർദ്ധക്യകാല പെൻഷനും നൽകി വരുന്നു. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡുകളും നമ്മൾ എല്ലാ വർഷവും നൽകി വരുന്നു. ഇനി അത് തുടർന്നുള്ള അടുത്ത മാസം നമ്മുടെ മേഖലാ മീറ്റിംഗിൽ വെച്ച് ഇതൊക്കെ വിതരണം ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ 5 ലക്ഷം രൂപയിൽ പരം എമൗണ്ട് നമ്മൾ ഒരു വർഷം ഈ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരം നമ്മുടെ താലൂക്കിനുള്ളിൽ ചെലവഴിച്ചു വരുന്നു. ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ താലൂക്കിന്റെ കീഴിലുള്ള കരയോഗങ്ങളും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നു. അപ്പൊ ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കരയോഗത്തിനകത്ത് കയറാതെ കരയോഗത്തിന്റെ പുറത്തു നിന്ന്, കടത്തിണ്ണയിൽ നിന്ന് കരയോഗത്തെ വിമർശിക്കുന്നവരുള്ള മറുപടിയാണ് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അവരുടെ മുന്നിൽ നമ്മൾ തല ഉയർത്തി പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായാണ് നമ്മൾ ഇന്നിവിടെ ഈ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്യുന്നത്. അതിന്റെ ഒരു സംക്ഷിപ്തം മാത്രം സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നാലെ സാർ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കും. നമ്മുടെ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണെന്നും ബഹുഭൂരിപക്ഷവും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ രക്ഷകർത്താക്കളും ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ട്. രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയ ഒരു വേദിയാണെന്ന്. കാര്യം ഈ കാലഘട്ടത്തിൽ ഒരുമിച്ചിരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രക്ഷകർത്താവും കൂടി വരണമെന്ന് പറഞ്ഞത്. അപ്പം കുട്ടിയും രക്ഷകർത്താവും ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഈ കുഞ്ഞുങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും നന്മ ചെയ്യുവാനുള്ള മനസ്സുണ്ടാവണം. നിങ്ങളുടെ മാതാപിതാക്കളോട് കരുതലും സ്നേഹവും ഉണ്ടായിരിക്കണം. ഇന്ന് ഇവിടെ ഈ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുവാനുള്ള ഈ ഒരു ത്രാണി ശക്തി ആക്കി തീർത്തത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. ഒന്ന് ആലോചിച്ചാൽ മതി, ഇവിടെ വന്നിരിക്കുവാൻ, ഇത്രയും കാലം വളർത്തി ഇവിടെ വന്നിരിക്കുവാൻ, ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ നിങ്ങൾക്ക് അതിന് ഒരു ശേഷി ഉണ്ടാക്കി തീർത്തത് നിങ്ങളുടെ കരുതലോടുകൂടിയും സ്നേഹത്തോടു കൂടിയും അവര് വളർത്തിയത് കൊണ്ടാണ്. ആ ഒരു കരുതലും സ്നേഹവും തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ സായാഹ്ന കാലത്ത് അവർക്ക് പ്രതീക്ഷയായും, അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിലേക്കല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്നുണ്ടാകുന്ന, നാവിൽ നിന്നുണ്ടാകുന്ന സാന്ത്വന വാക്കുകളാണ് അവർക്ക് ഏറ്റവും വലിയ മരുന്നെന്നുള്ള ചിന്ത, ഔഷധം എന്ന ചിന്ത മാത്രം മതി. ആ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഓരോ കുട്ടികൾക്കും കഴിയട്ടെ. അതിനുവേണ്ടിയാണ് നായർ സർവീസ് സൊസൈറ്റി ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ നമ്മുടെ കരയോഗങ്ങളിൽ ആരംഭിച്ചത്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടണം. രക്ഷിതാക്കളാണ് ഇരിക്കുന്നത്. കരയോഗ ഭാരവാഹികൾ അതിനുവേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരയോഗത്തിന്റെ ആധ്യാത്മിക പഠനവേദിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുവാനുള്ള ചിന്തയും മനസ്സും ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. അവിടെ ട്യൂഷനും പരീക്ഷയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. ആഴ്ച ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും അതിലെ തത്വോപദേശങ്ങളും സാരോപദേശങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നാളെ ഈ സമുദായത്തെ, ഈ സമൂഹത്തെ നയിക്കുവാൻ ശേഷിയുള്ള ഒരു തലമുറയായി കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ മഹത്തായ ഉദ്യമമാണ് നമ്മുടെ ആധ്യാത്മിക പഠന ക്ലാസ്. അവിടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടണം. പരീക്ഷയ്ക്ക് പഠിച്ചാൽ ഫുൾ A+ കിട്ടുന്ന സംശയമില്ല. ഇന്നത്തെ കാലഘട്ടമാണ്. ആ ഫുൾ A+ കൊണ്ട് മാത്രം പോരാ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും തിരിച്ചറിവിനുള്ള ഫുൾ A+ കൂടി നേടിയെടുക്കുവാനുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ ആ ഉദ്യമത്തിന് പിന്നാലെ നിങ്ങളും എത്തിച്ചേരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന താലൂക്ക് യൂണിയന്റെ ഉപാധ്യക്ഷൻ ശ്രീ KG വിജയകുമാർ സാറിനെ നമുക്കറിയാം. താലൂക്ക് ബഹുമാനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോടൊപ്പം നമ്മുടെ ഈ താലൂക്ക് യൂണിയന്റെ എല്ലാ പ്രവർത്തന പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ശ്രീ KG വിജയകുമാർ സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്ത നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനീയനും സമാരാധീനമായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ചിതറായ ശ്രീ രാധാകൃഷ്ണൻ നായർ സാറാണ്. നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ കഴിവുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുള്ള വേദിയാണെങ്കിൽ സദസ്സാണെങ്കിൽ സാറ് വളരെ വാചാലമായി അവരോട് സംവദിക്കാറുണ്ട്. ഇന്ന് കുട്ടികളും രക്ഷിതാക്കളും ഇരിക്കുന്ന വേദിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളോട് സാറിന് പറയാൻ കാണാം. കാര്യം നായർ സർവീസ് സൊസൈറ്റി അടുത്ത തലമുറ നിങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ താലൂക്കിന്റെ കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളിലും സമയക്കുറവുണ്ടെങ്കിൽ സാർ ഔദ്യോഗിക ജീവിതമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് സംഘടനാ പ്രവർത്തനത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ താലൂക്കിന്റെ പ്രവർത്തന പുരോഗതിക്ക് വേണ്ടി അനുദിനം നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് ചിതറായ രാധാകൃഷ്ണൻ നായർ സാറിനെ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്ത താലൂക്ക് യൂണിയന്റെ ബഹുമാനരായ ഭരണസമിതി അംഗങ്ങളാണ്. നമുക്കറിയാം, യൂണിയൻ ബഹുമാനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോടൊപ്പം തോളോട് ചേർന്ന് ഈ താലൂക്ക് യൂണിയന്റെ പ്രവർത്തന പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ ചടയമംഗലം മേഖലയിലെ ശ്രീ ഗോപകുമാർ കുമാരനും കുളമാട് മേഖലയിലെ ശ്രീ ഗോപൻ സാർ, പ്രതിനിധിയായിട്ടുള്ള ശ്രീ രാജേഷ് ഏട്ടൻ, യൂണിയൻ ഭരണസമിതി അംഗം ശ്രീ സുനിൽ പി ശേഖർ സാർ, യൂണിയൻ ഭരണസമിതി അംഗം മരുതോപ്പള്ളി മേഖലയിലെ ശ്രീ ദിലീപേട്ടൻ, അതേപോലെ നമ്മുടെ യൂണിയൻ ഭരണസമിതി അംഗവും HR സെന്ററിന്റെ കോർഡിനേറ്ററും അമ്മൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഖജാൻജി കൂടിയായ ശ്രീ മുരളീധരൻ പിള്ള സാർ, യൂണിയന്റെ ഭരണസമിതി അംഗം ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ വനിതാ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, അത് പ്രത്യേകം പറയേണ്ടതല്ല, ഇന്ന് ഡ്രസ് കോഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അത് വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളാണെന്ന് പ്രത്യേകം പറയണ്ടേ. അപ്പൊ അതിന്റെ നായക സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ സഹജമ്മ ടീച്ചർ, വനിതാ യൂണിയന്റെ സെക്രട്ടറി. ഇപ്പം കഴിഞ്ഞ കുറച്ചാണ് മകളോടൊപ്പം അന്യ സംസ്ഥാനത്തായതുകൊണ്ട് ചില മീറ്റിംഗുകൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇവിടെ ഏത് സ്കൂളില് അധ്യാപകവൃത്തി ആയാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ താലൂക്കിന്റെ പ്രോഗ്രാമിൽ എത്തിച്ചേരും. എല്ലാ കരയോഗങ്ങളിലും കൂടിയിരിക്കും. നിസ്വാർത്ഥമായ സേവനമാണ് അവരുടെ. സുകുമാരി ടീച്ചറുണ്ട്, സുഖമില്ലാതെ ആരോഗ്യസ്ഥിതി മോശമായോണ്ട് വന്നില്ല. ടീച്ചറും അത് തന്നെയാണ്. അപ്പം ബഹുമാനിയായ താലൂക്ക് യൂണിയന്റെ വനിതാ യൂണിയന്റെ സെക്രട്ടറി ശ്രീ സഹജമ്മ ടീച്ചർ, അതോടൊപ്പം തന്നെ വനിതാ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങളായ വിമല ടീച്ചർ, സ്മൃതി ചേച്ചി, അതേപോലെ തന്നെ പാലക്കോട് കരയോഗത്തിലെ പ്രതിനിധിയായിട്ടുള്ള ശ്രീകല ടീച്ചർ, ശ്രീമതി ജിൻസി, ഗീത ചേച്ചി, അതേപോലെ 2 ഗീതമാരുണ്ട്. മുല്ലക്കര കരയോഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ടീച്ചർ, അതേപോലെ സുശീല ചേച്ചി ഞങ്ങളുടെ വനിതാ യൂണിയൻ ഭരണസമിതി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതേപോലെ വൈകൽ കരയോഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള വീണ മുറകൾ, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും വനിതാ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NSSന്റെ പുതിയ ഇൻസ്പെക്ടർ കിരൺ KS, കൊല്ലം സ്വദേശിയാണ്. നമ്മുടെ യൂണിയനിൽ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി ജോയിൻ ചെയ്തതാണ്. നമ്മുടെ താലൂക്കിൽ വന്നിട്ടുള്ള കരയോഗങ്ങൾ കുറച്ചു പേർക്ക് അറിയാം. ഈ 1 മാസത്തിനിടയ്ക്ക് ബാക്കിയുള്ളവരെ കൂടി പരിചയപ്പെടുത്തുകയാണ്. കിരൺ KS NSSന്റെ താലൂക്കിലെ പുതിയ ഇൻസ്പെക്ടറാണ്. കിരൺ KSനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ആദ്യം നിങ്ങളെ തന്നെ വിദ്യാർത്ഥിനികളെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നേരത്തെ എല്ലാം പറഞ്ഞു. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ, നല്ല നല്ല മേഖലകളിലേക്ക് എത്തിച്ചേരട്ടെ. ആ മേഖലകളിൽ എത്തിച്ചേരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെയും നേരത്തെ പറഞ്ഞതുപോലെ അതിന് കാരണഭൂതരായ രക്ഷിതാക്കളെയും മറക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അടുത്ത നമ്മുടെ കരയോഗത്തിന്റെ നേതാക്കളാണ്. കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ താലൂക്കിന്റെ ശക്തി അവരാണ്. ഏത് പ്രോഗ്രാം ഇത് തന്നെ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ യൂണിയൻ കമ്മിറ്റി ദിവസമാണ് നമ്മൾ തീരുമാനമെടുത്തത് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കണമെന്ന്. ഒരു സർക്കുലറും അയച്ചില്ല, ഒരു നോട്ടീസും അയച്ചില്ല. കഴിഞ്ഞ ഈ ബുധനാഴ്ച വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയും ഇന്നലെയും മെനങ്ങാനുമായിട്ട് കരയോഗ പ്രസിഡന്റുമാരെ ഇന്നലെ വിളിച്ചത്, ഇന്നലെയും മെനങ്ങാനുമായിട്ടാണ് എല്ലാ കരയോഗങ്ങളെയും ഈ അറിയിപ്പ് കൊടുത്തത്. എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. നമ്മുടെ താലൂക്കിന്റെ പ്രത്യേകതയാണ് ഏത് പരിപാടി ഉണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് വിജയിപ്പിക്കുവാൻ എത്തിച്ചേരുന്ന നമ്മുടെ ഈ താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള
ബഹുമാന്യരായ കരയോഗ നേതാക്കളെ, കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറിമാരെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. DNSS. അഭിവന്ദ്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ നായക സഭാ അംഗവും ചടയമംഗലം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ചിത്ര എസ് രാധാകൃഷ്ണൻ നായർ അവരുടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, വനിതാ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാ അംഗങ്ങൾ, ബഹുമാനായ താലൂക്ക് യൂണിയന്റെ സെക്രട്ടറി ശ്രീ ജയപ്രകാശ്, ഇൻസ്പെക്ടർ, ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വളരെ തിടുക്കപ്പെട്ട് വിളിച്ചെങ്കിൽ പോലും വളരെ കൃത്യതയോടെ ഇവിടെ വന്നെത്തിയ ബഹുമാന്യരായ കരയോഗ ഭാരവാഹികളായ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റു ഭാരവാഹികൾ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, അഭ്യുദയകാംക്ഷികളെ, ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വളരെ തുടക്കത്തിൽ വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളന പരിപാടി. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഇത്ര പെട്ടെന്ന് ഈ സമ്മേളനത്തിന്റെ കാര്യം എന്നെ ചിന്തിച്ചിരിക്കും. അറിയാം, നമ്മുടെ NSS ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മുടെ എല്ലാ കരയോഗങ്ങളിലെയും ഓരോ ബുക്കിലേക്കും നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായം, അതൊരു പക്ഷേ വളരെ നേരത്തെ നമ്മുടെ കൈകളിൽ അത് കാശായി എത്തിയതിന്റെ വെളിച്ചത്തിൽ അത് എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് ബഹുമാനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സർ കഴിഞ്ഞ നമ്മുടെ സമ്മേളന സ്ഥലത്തിൽ വെച്ച്, ചങ്ങനാശ്ശേരിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആവശ്യപ്പെട്ട അത് പ്രകാരമാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെ ഒരാഴ്ചക്കുള്ളിൽ ഒരു സമ്മേളന സദസ്സിലേക്ക് വിളിച്ചു കൂട്ടാനിടയാക്കിയത്. നമുക്കറിയാം, നമ്മുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ ഏതാണ്ട് ചാർട്ട് ചെയ്ത് കഴിഞ്ഞ ഈ മാസം ആരംഭിക്കാനിരിക്കുകയാണ്. അതിനും ചില സാങ്കേതിക തടസ്സങ്ങൾ വരികയും ആ സമ്മേളന പരിപാടികളെല്ലാം ഫെബ്രുവരി മാസത്തിൽ 5 മേഖലകളിലായി നടത്തപ്പെടുകയാണ്. ഇന്നലെ പല ആളുകളും വിളിച്ചു ചോദിച്ചു, ഈ വിദ്യാഭ്യാസ ധനസഹായത്തോടൊപ്പം മറ്റ് ഇതര +2, SSLC വിവിധ കോഴ്സുകളിൽ മുഴുവൻ A+ ഒക്കെ വാങ്ങിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഇന്നായിരിക്കുമോ എന്ന് ചില സംശയങ്ങൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകാനിടയായി. അതവരെ കുറ്റം പറയാനോ കഴിയുകയില്ല. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനായ പ്രസിഡന്റ് നിങ്ങളോട് പറയും. ഈ ഫെബ്രുവരി മാസത്തിൽ വളരെ കൃത്യമായി എല്ലാ മേഖലകളിലെയും മേഖലാ സമ്മേളനങ്ങൾ നമുക്ക് കൂടേണ്ടതുണ്ട്. ആ സമ്മേളന വേദിയിൽ വെച്ച് മറ്റിതര പദ്ധതികൾ മുഖാന്തരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവിടെ നൽകുന്നതാണെന്നുള്ളത് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൽ തീർച്ചയായും വളരെ വർദ്ധിച്ച പ്രാധാന്യത്തോടെ വന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം വളരെ സമർത്ഥരായ വിദ്യാർത്ഥികളെ ആയിരിക്കും നിങ്ങൾ ഓരോ കരയോഗങ്ങളും അവരവരുടെ ആ വിദ്യാഭ്യാസ ധനസഹായത്തിനായി നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ വിദ്യാർത്ഥിനികളെയും ഞാൻ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ടു. ഈ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ KG വിജയകുമാർ, യൂണിയൻ സെക്രട്ടറി ശ്രീ ജയപ്രകാശ്, നമുക്ക് പുതിയതായി എത്തിയിട്ടുള്ള ഇൻസ്പെക്ടർ ശ്രീ ജയൻ, പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരും ആത്മാർത്ഥതയുള്ള സമുദായ പ്രവർത്തകരും NSS നിർദ്ദേശങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്ന യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, ശബ്ദം കിട്ടുന്നില്ല,
അങ്ങനെയൊക്കെ മാറിക്കോ കേട്ടോ. പിന്നെ അല്പം കഴിയുമ്പം ഇവിടെ പറയുന്ന നിശബ്ദം കൂടിപ്പോയെന്നാലും പറഞ്ഞേക്കില്ല കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടൊപ്പം യൂണിയന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, വനിതാ യൂണിയന്റെ സെക്രട്ടറി ശ്രീ സാജമ്മ ടീച്ചർ, വനിതാ യൂണിയന്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും അതോടൊപ്പം സ്നേഹസമ്പന്നരായ എന്റെ സമുദായാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യനിധികളായ കുഞ്ഞുങ്ങളെ, ഇന്ന് ഏത് സാഹചര്യത്തിലാണ് ഈ യോഗം പെട്ടെന്ന് 2 ദിവസം കൊണ്ട് പിടിച്ചു കൂട്ടിയതെന്ന് ആമുഖമായി തന്നെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സാധാരണ എല്ലാ മേഖലാ സമ്മേളനങ്ങളിലും വെച്ചായിരുന്നു നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ തവണ മേഖലാ സമ്മേളനങ്ങളുടെ ഡേറ്റ് അല്പം താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അനുവദിക്കുന്ന പൈസ ഇത് കൃത്യം എത്രയും പെട്ടെന്ന് തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നത് ആവശ്യം. NSSന്റെ കാര്യത്തിൽ നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായമില്ല. അത്രമാത്രം സിസ്റ്റമാറ്റിക്കായി വളരെ ശ്രദ്ധയോടുകൂടിയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം നടന്നു പോകുന്നത്. അല്ലാതെ ഇന്ന് ഒരാൾക്ക് നാളെ വേറൊരാൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തുക അനുവദിച്ചപ്പോൾ കൃത്യമായും നമുക്ക് മേഖലാ സമ്മേളനം വരെ കാത്തു നിൽക്കുന്നില്ല. ഇത് രക്ഷകർത്താക്കളെയും കുട്ടികളെയും കരവും ഭാരവാഹികളെയും കൂടെ പിടിച്ചു ചേർത്ത് ഇതിന് നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണം, ആ സഹായം അവരിലെത്തിക്കണം എന്ന് തീരുമാനിച്ചു. ഇത് ചടയമംഗലത്ത് മാത്രമല്ല, കേരളത്തിലുള്ള 60 യൂണിയനുകളിലും നായർ സർവീസ് സൊസൈറ്റിയിലൂടെ നായർ സമുദായത്തിൽപ്പെട്ട കരവും റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് സഹായിക്കുക. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ഓർമ്മിപ്പിച്ചതാണ്, ഈ വിദ്യാഭ്യാസ ധനസഹായത്തിന് 90 ലക്ഷം രൂപയാണ് നമ്മൾ NSS ഒരു വർഷം നമ്മുടെ 60 യൂണിയനിലും ഉൾപ്പെടുന്ന കുട്ടികളെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. അതേപോലെ മറ്റ് സഹായങ്ങളും ഉണ്ട്, അത് നിങ്ങൾ അറിയാം. കാരണം ഇതൊക്കെ വിദ്യാഭ്യാസമൊക്കെ നേടി കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം വിട്ടുപോകരുത്. കാരണം വിവാഹ ധനസഹായവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കരയോഗം മുഖേന റെക്കമെൻഡ് ചെയ്ത് യൂണിയൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും അവർക്ക് അർഹതപ്പെട്ടവർക്ക് ആ വിവാഹ ധനസഹായം കൃത്യമായും നൽകിയിരിക്കും. അതിന് നമ്മുടെ യൂണിയനിൽ നിന്ന് എല്ലാ വർഷവും അതുപോലെ അപേക്ഷകൾ വരുന്നുണ്ട്, കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരു വർഷം 55 ലക്ഷം രൂപയാണ് നായർ സർവീസ് സൊസൈറ്റി 60 യൂണിയനിലേക്കായിട്ട് ചെലവഴിക്കുന്നത്. അതേപോലെ ചികിത്സാ ധനസഹായം അതിനും അപേക്ഷ കിട്ടുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ യൂണിയനിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും യൂണിയന്റേതായിട്ട് കൂടി പലർക്കും കൊടുത്ത് ചെറിയ സഹായങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു. ആ രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെല്ലാം കരയോഗം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ശ്രദ്ധിക്കണം. അർഹരായിട്ടുള്ളവർക്കുള്ള റെക്കമെൻഡേഷൻ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ എത്തിക്കണം. അതേപോലെ തന്നെ ഭവന നിർമ്മാണ ധനസഹായം നമുക്കുണ്ട്. 1,30 ലക്ഷം രൂപയാണ് നായർ സർവീസ് സൊസൈറ്റി ഒരു വർഷം 60 യൂണിയനുകളിലായി നമ്മുടെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ബുദ്ധിമുട്ടുന്ന ഭവനമില്ലാത്തവർക്കോ അങ്ങനെയുള്ള കൈക്കിടക്കാടമില്ലാത്തവർക്കോ ഒക്കെ ധനസഹായമായി നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് 1 ലക്ഷം രൂപ വീതമാണ് കൊടുക്കുന്നത്. അത് ഈ യൂണിയനിൽ നിന്നും അപേക്ഷ അനുസരിച്ച് ഒരേ വർഷവും വരുന്നത് നൽകുന്നുണ്ട്. കരവും റെക്കമെൻഡേഷനും കൂടി വരുന്നവർക്കാണ്. ഞാനത് സൂചിപ്പിച്ചത് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മളിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് NSS യൂണിയനും നമുക്ക് ചെയ്യാവുന്നത് ചെയ്യും. പക്ഷേ നമ്മുടെ യൂണിയൻ വളരെ കോടീശ്വരന്മാരായ യൂണിയൻകാരല്ല. പക്ഷേ ഇതിന്റെ അകത്തുള്ള നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വിചാരിക്കാമെങ്കിൽ
നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു തുക ഇതേപോലെ വിവിധ സ്കീമുകളിലേക്ക് ജയിക്കാൻ പറ്റും. ഞാൻ യൂണിയൻ പ്രസിഡന്റ് ആയപ്പോഴേ ആദ്യമേ ചെയ്ത കാര്യം ഒരു ക്ഷേമനിധി ഇവിടെ രൂപീകരിക്കുകയാണ് ചെയ്തത്. ആ ക്ഷേമനിധിയുടെ പ്രയോജനം ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് മേഖലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ധനസഹായവും മറ്റുമായിട്ട് വാർദ്ധക്യ പെൻഷനും മറ്റുമായിട്ട് കൊടുക്കുന്നു. പക്ഷെ നമുക്ക് ഇത്രയും ദിവസമായിട്ടും ഒരു 1 കോടി രൂപ അതിന്റെ ക്ഷേമനിധിയായിട്ട് പൂർണ്ണപ്പെടുത്താൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കരയോഗക്കാരും കൂടെ മനസ്സ് വയ്ക്കണം. നിങ്ങളുടെ കരയോഗങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ള ഉദാര മനസ്കരായിട്ടുള്ള ആൾക്കാർ കാണും. നമ്മളിൽപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ധനസഹായം ചെയ്യുന്നതിന് മനസ്സുണ്ടെങ്കിൽ അവർ കൃത്യമായും കരയോഗം മുഖാന്തരം യൂണിയൻ ബന്ധപ്പെട്ടിട്ട് ആ ക്ഷേമനിധിയിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തുക അവർ സംഭാവന ചെയ്യണം. അത് അവർ ചെക്കായിട്ട് തരും, രസീത് മേടിക്കുകയും ചെയ്യണം. എന്ന് മാത്രമല്ല, ഓരോ വർഷവും നമ്മുടെ ബഡ്ജറ്റ് യോഗത്തിന്റെ ബുക്ക് വരുമ്പോൾ, ഇതേപോലത്തെ താലൂക്ക് യൂണിയന്റെ ബഡ്ജറ്റ് ബുക്ക് വരുമ്പോൾ ആ ക്ഷേമനിധിയിലേക്ക് ആരൊക്കെയാണ് സംഭാവന ചെയ്തതെന്നുള്ളത് കൃത്യമായും കാണും. ഒരു വർഷത്തേക്കല്ല, ഈ യൂണിയൻ ഓണത്തോളവും കാലവും ഉണ്ടായിരിക്കും. അതിനും വ്യക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് അതിന് ഉദ്ദേശിക്കുന്ന പർപ്പസിന് വേണ്ടി അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടി സഹായിക്കുന്നതല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് അതിൽ നിന്നും പൈസ എടുത്തു മാറ്റാൻ പാടില്ല എന്ന് യൂണിയൻ കമ്മിറ്റി തീരുമാനവും എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്നും നമ്മൾ തന്നെ ആയിരിക്കില്ലല്ലോ, പിന്നീടുള്ള ആൾക്കാർ വരില്ലേ. വരുമ്പോഴും ഇങ്ങനെ സ്ഥായിയായി നിൽക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. അവസരക്കാർ എന്നും സമൂഹത്തിലുണ്ടായിരിക്കില്ലേ. അവർക്ക് സഹായം എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ദൈവീകമായ കർമ്മമാണ്. അതുകൊണ്ട് ആ ഫണ്ടിൽ നിന്ന് ഒരു പൈസ വകമാറ്റി ചെലവാക്കില്ല. അതിന്റെ ഇൻട്രസ്റ്റിൽ നിന്നാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം യൂണിയന്റേതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ളതാണ്. ധനസഹായം, വാർദ്ധക്യം ബാധിച്ചവർക്ക് പെൻഷൻ, ഈ സ്കീമുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ യൂണിയനും നമ്മുടെ NSS ഹെഡ്ക്വാർട്ടേഴ്സിനും ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും യൂണിയനിൽ പോയി മേടിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നമുക്ക് താങ്ങും തണലുമായി ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ഈ പ്രപഞ്ചമുള്ളിടത്തോളം നിലനിൽക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ വർഗത്തിൽപ്പെട്ടവർക്ക് താങ്ങും തൂണുമായി ഒരു ശക്തി ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്നും നിലനിൽക്കണം. 1900 എത്രയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ NSS രൂപീകൃതമാവുന്നത് എന്നാണെന്നൊന്ന് പറഞ്ഞുതരാമോ കൊച്ചുങ്ങളെ? എനിക്ക് എന്റെ മനസ്സിൽ ശരിക്കും ഓർമ്മ വരുന്നില്ല. ഒന്ന് പറഞ്ഞുതരാമോ? കുട്ടികൾ മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. വലിയവരോട് ചോദിച്ചു വലിയ കാര്യമില്ല. കൊച്ചു പറയാമോ? പറയാടാമന്. അപ്പൊ നിങ്ങൾ ആരും കരയോഗത്തിലൊന്നും മേഖലായോഗങ്ങളിലൊന്നും ഞാൻ വരുന്ന യോഗത്തിൽ പങ്കുകൊണ്ടിട്ടുള്ളവരല്ല. അല്ലെങ്കിൽ ഈ ചോദ്യം എന്റെ സ്ഥിരമായിട്ടുള്ളതാണ്. പറയാമോ? അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാത്മാവാരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒന്നാമത് പത്മനാഭൻ തന്നെ അല്ല. അന്ന് ആര് പറഞ്ഞാണ്? എന്നാൽ അദ്ദേഹം എന്നാണ് തുടങ്ങിയത്? 1914 ഏത് മാസം? ഒക്ടോബർ 31. 1914 ഒക്ടോബർ മാസം 31. ആ 31 നമ്മള് ഇവിടെ പതാക ഉയർത്തി അല്ലയോ ആ അനുസ്മരണം, ആ ഓർമ്മ പുതുക്കുന്നത്. ഒക്ടോബർ 31 മറക്കല്ലേ. ഒക്ടോബർ 31 1914 ഒക്ടോബർ 31 എവിടെ വെച്ചാണ് ഇത് രൂപം കൊണ്ടതെന്നറിയാമോ? പെരുന്നയിൽ മഹാനായ മന്നത്ത് പത്മനാഭന്റെ ഭവനത്തിൽ വെച്ച് നിലവിളക്ക് കൊളുത്തി 14 സഹോദരങ്ങൾ ഒത്തുനിന്ന്
അദ്ദേഹത്തിന്റെ മാതാവ് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അതും നല്ല അർത്ഥത്തിലാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അന്ന് തുടങ്ങിയ അതിന്റെ ഭരണഘടന, ആ ഭരണഘടനയാണ് ഇന്നും നിലനിൽക്കുന്നത്. ആ ഭരണഘടനയിലെ വാചകം, ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തികളും ചെയ്യുന്നതല്ല. ക്ഷോഭകരമായ എന്ന് വെച്ചാൽ ദോഷം വരുത്തുന്ന. തന്നെ നമുക്ക് ക്ഷോഭം, ദേഷ്യം വരുന്നത്, പണിയെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തത് കാണുമ്പോഴല്ലേ, അതേപോലെ ദോഷകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ആ ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സമുദായത്തിന്റെ സംഘടനയാണ്. പക്ഷേ ആ സമുദായത്തിന്റെ സംഘടനയുടെ പ്രത്യേകത, നമുക്ക് നന്നാവണം, നമുക്ക് വളരണം, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണം, നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളെപ്പോലെ അവരും അഭിവൃദ്ധിയിലേക്ക് വരണം, അവരും ഉയർന്നു വരണം. ആ ഇതര സമുദായങ്ങളുടെയും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കുമാണ് നമ്മൾ പ്രത്യേകത കൊടുക്കുന്നത്. നമ്മൾ വളരുന്നതിനോടൊപ്പം, നമ്മൾ അഭിവൃദ്ധിപ്പെടുന്നതിനോടൊപ്പം, നമ്മുടെ വളർച്ചയ്ക്കൊപ്പം നമുക്ക് ചുറ്റുമുള്ള ഇതര സമുദായത്തിൽപ്പെട്ട മനുഷ്യരും അഭിവൃദ്ധിപ്പെടണം, ഉയർച്ചയിലേക്ക് വരണം, നേട്ടങ്ങളിലേക്ക് വരണം, നല്ല ജീവിതം നയിക്കണം. അപ്പോഴേ ശരിയായ ഒരു സമൂഹം കസരയിലിരിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ ശരിയായ സംതൃപ്തമായ ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാകുകയുള്ളൂ. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അസംതൃപ്തിയും കുറ്റം പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാവില്ല. ആ നല്ല ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സംഘടന തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നായർ സമുദായത്തിന്റെ സംഘടനയാണെന്ന് വെച്ച് നമ്മുടെ ലക്ഷ്യം സമൂഹത്തിന്റെയും മാനവരാശിയുടെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധിയും ഐക്യവും ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമിടുന്ന വിശാലമായ കാഴ്ചപ്പാടാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത്. സങ്കുചിതമായ സാമുദായിക ചിന്തയിൽ ഊന്നിയതല്ല ഈ പ്രസ്ഥാനം. നായർ സമുദായത്തിന്റെ പ്രസ്ഥാനമാണ്. പക്ഷേ മാനവരാശിയുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സമത്വത്തിനും വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. അല്ലാതെ ഒരു സങ്കുചിതമായ വർഗീയ മനോഭാവത്തോടു കൂടിയുള്ള സംഘടനയല്ല നായർ സർവീസ് സൊസൈറ്റി. ഞാൻ പറയുന്നത് എന്റെ കൊച്ചുങ്ങളിത് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മനസ്സിൽ തെറ്റായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് തിരുത്തണം. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ഉള്ള മാറ്റങ്ങൾ, കാലഘട്ടത്തിന്റെ വളർച്ചയ്ക്കും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കുള്ള ഗതിവിഗതികൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനവും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്റെയോ കുഞ്ഞുങ്ങൾക്കറിയില്ല, എന്റെയോ എന്റെ പ്രായത്തിലുള്ളവരുടെ കുട്ടിക്കാലത്ത് കരവ് എന്ന് പറഞ്ഞാൽ അച്ഛന് അല്ലേ, അങ്ങനെ 4, 5, 8, 10 പേര് ഒരു വീട്ടിൽ കൂടി ആലോചിച്ച് ചായയും കുടിച്ച് തീരുമാനിച്ചു. ശരിയല്ലേ? എനിക്ക് ഇത്തിരി നരച്ചവരും കൂടെ വേണം, എനിക്കും ഉണ്ടത് ഇത്തിരി കേട്ടോ. അപ്പം അതും കൂടെ വേണം. കാരണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് തന്നെ പറയണം. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ അല്ലായിരുന്നോ വീട്ടിലൊക്കെ കുറെ ആൾക്കാർക്ക് അല്ലയോ? അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ ഉൾക്കൊള്ളും. അങ്ങനെ നമ്മൾ സ്ത്രീ സമൂഹത്തിന് ഇതിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. അത് കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റുമോ? അതിന് അവരെ മനസ്സിലാക്കിപ്പിച്ച് എന്താണ് അതിന്റെ ഗുണം, അതിനെങ്ങനെ വേണം, അതിന്റെ ആവശ്യകത എന്ത്, അത് നിങ്ങൾ സഹകരിക്കേണ്ട കാര്യം എന്തെന്നവരെ ബോധ്യപ്പെടുത്തും. ആ രീതിയിലാണ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഗവൺമെന്റ് തല, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആ ഗവൺമെന്റ് തല ആനുകൂല്യങ്ങളും സബ്സിഡികളും മേടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന
വിവിധ മേഖലകളിലേക്ക് അവരെ ആനയിച്ചുകൊണ്ടുവന്നത് അതിന്റെ പേരിലാണ്. ഇന്ന് കരയോത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരെക്കാളേറെ പങ്കാളിത്തം സ്ത്രീകളുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ രൂപീകരിച്ച സ്വയം സഹായ സംഘങ്ങളിലൂടെ 60 യൂണിയനുകളിലുമുണ്ട്. നമ്മുടെ ചെറിയ യൂണിയനാണ്, എന്നിരുന്നാലും അഭിമാനമുണ്ട്. നമുക്ക് ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധ ഈ യൂണിയന്റെ NSSന്റെ നേതൃത്വത്തിൽ ഉള്ള യൂണിയനാണ്. കാരണം സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. അത് JLG ഗ്രൂപ്പ് അല്ലേ? JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഏറ്റവും കൂടുതൽ JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചത് 60 യൂണിയനിൽ നമ്മുടെ യൂണിയനാണ് അല്ലേ? 270 ജില്ലാണ് ഉണ്ട് അല്ലയോ? 287. പലയിടത്തും നമ്മൾ പറഞ്ഞു, ആരെയും കുറ്റപ്പെടുത്തുന്നതില്ല. 100 താഴെയുള്ളവരെ മിക്കവാറും ഉള്ളായിരുന്നു അല്ലയോ? ഞാനായിട്ട് പറയണ്ട കേട്ടോ. അപ്പൊ ആ രീതിയിൽ സംഘടിപ്പിച്ചു. അതിന് എന്റെ സഹോദരിമാരുടെ സഹകരണം, നമ്മൾ പറഞ്ഞത് ഉൾക്കൊള്ളാനുള്ള അവരുടെ മനസ്സ് വലുത്. നമ്മുടെ പ്രത്യേകതയും അതാണ്. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നു, പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പിട്ട് തരുന്ന പേപ്പർ അങ്ങോട്ട് കൊടുക്കുന്നു, ലോൺ കിട്ടുന്നു, അതിന്റെ സബ്സിഡി കിട്ടുന്നു. ആ ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കണം. കൃത്യമായി എന്റെ സഹോദരിമാർ അഭിമാനത്തോടുകൂടി ഞാൻ പറയും, എന്റെ സ്വന്തം സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. കൃത്യമായി അവർ തിരിച്ചടച്ചു വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ മിക്ക യൂണിയനുകളിലെയും സ്ഥിതി അത് തന്നെയാണ്. അതുകൊണ്ടാണ് നബാർഡിന്റെ സെലക്ഷൻ ഇന്ത്യയിൽ തന്നെയുള്ള സ്വയം സഹായ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങള് നായർക്കുടെ കാണും, വിവിധ ജാതിക്കാരുടെ കാണും, വിവിധ സംഘടനക്കാരുടെ കാണും, കാണില്ലേ? അങ്ങനെ ലക്ഷക്കണക്കിനുള്ളതിൽ അവർ സെലക്ട് ചെയ്തപ്പോൾ സത്യസന്ധത, ശരിയായ ക്രമീകരണങ്ങളും നടപടികളും ശരിയായ തിരിച്ചടപ്പ്, അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചെടുക്കുന്നതിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനം തുടർച്ചയായി 5 വർഷക്കാലവും നമ്മുടെ NSSന്റെ സ്വയം സഹായ സംഘങ്ങളായിരുന്നു. നമ്മുടെ NSSന്റെ സ്വയം സഹായ സംഘങ്ങൾക്ക് പൊതുവായി ഒരു പേരുണ്ട്. പറയാമോ? നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എല്ലാ യോഗങ്ങളിലും നിങ്ങളോട് ചോദിക്കും. എന്റെ സഹോദരിമാർക്ക് അത് അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം സംഘത്തിന്റെ ആൾക്കാരാണ്. നിങ്ങളെ പുകഴ്ത്തി മണ്ടേ കൊണ്ടുവന്നിട്ട് ഇട്ടോന്ന് താഴെ ഇടരുത്. അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? കഷ്ടം. ധനശ്രീ സംഘങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്വയം സഹായ സംഘങ്ങളാണ്. ധനശ്രീ ഒറ്റ പേരേ ഉള്ളൂ. ആ ധനശ്രീയിൽ നിന്നാണ് അതിന് ഹെഡായിട്ടുള്ള നെയിം. എന്നിട്ടാണ് നിങ്ങൾ ഒരേ പ്രദേശത്ത് ഒരേ പേര് വെച്ച് സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഘങ്ങളെല്ലാം NSSന്റെ ലേവലിൽ അറിയപ്പെടുന്നത് ധനശ്രീ സംഘങ്ങൾ എന്ന്. ആ ധനശ്രീ സംഘങ്ങൾക്കാണ് NSSന്റെ ഓർഗനൈസേഷനാണ് 5 വർഷവും തുടർച്ചയായിട്ട് അവാർഡുകൾ അഖിലേന്ത്യ. കാരണം അതിന്റെ നടത്തിപ്പും മേൽനോട്ടവും ഉത്തരവാദിത്വവും കൊണ്ടാണ് അത് അങ്ങനെ നേടാൻ കഴിയുന്നത്. ആരെങ്കിലും ഇവിടെ ഒരു വീഴ്ച വരുത്തിയാൽ അപ്പോഴേ അറിയിക്കുമ്പോൾ ഞങ്ങൾ ബന്ധപ്പെടും. അവരെല്ലാം കൊണ്ടുവന്ന് തിരിച്ച് ശരിയായ രീതിയിൽ അത് ഇനിയും കൂടുതൽ സംഘങ്ങളെടുത്ത് കൊണ്ടുവരും. ആ സമയത്താണ് ഇപ്പം പുതിയ ഒരു തീരുമാനം വന്നു. ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി. ഫാർമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. എന്താണ് മക്കളെ ഫാർമേഴ്സ് എന്ന് വെച്ചാൽ? കൃഷിക്കാര്, കർഷകർ. തന്നെ ചെന്നൈ ഞാൻ വിശ്വസിക്കട്ടോ? ശരി, ഞാൻ വിശ്വസിച്ചിരിക്കും. കർഷകർ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്തോന്നറിയാം? പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഉൽപാദനം അല്ലയോ? ഞാൻ നിങ്ങളുടെ ചോദിക്കുന്ന എന്റെ ഡൗട്ട് എനിക്ക് തീർക്കണം. ധൈര്യമായിട്ട് എനിക്ക് എവിടെയെങ്കിലും നിന്ന് പറയണ്ടേ? നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞത് എനിക്കൊരു പിൻബലമാണ്. പ്രൊഡ്യൂസേഴ്സ്, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി
അതായത് കൃഷിക്കാരുടെ ഉൽപാദനത്തിന് നന്മയ്ക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കമ്പനി. അത് ഓരോ യൂണിയനിലും നടപ്പിലാക്കുന്നു. അതിൽ ആണുങ്ങൾക്കാണ് സ്ഥാനം. നമുക്ക് വഴിയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ എന്താ ചെയ്യുന്നത്? അടുത്ത കാര്യം ഇങ്ങോട്ടോ ആ സ്ഥാനം. കാരണം അതിനെ തെരഞ്ഞെടുത്തപ്പോൾ കേരളത്തില് നമ്മുടെ 2 താലൂക്ക് യൂണിയനുകളാണ് ഇവിടെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അല്ലേ? 2 അതാ. ഒന്ന് അത് ഞാൻ തിരുവല്ലയും ഇവിടെ ഒന്നുമില്ല പറയില്ല, ചടയമംഗലവും തിരുവല്ലയും ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ചടയമംഗലത്തിനെയാണ്. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കണ്ടിട്ട് നവാഡിന്റെ ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് വന്ന് ഇതിന്റെ NSSന്റെ പുതിയ സ്കീം അവതരിപ്പിച്ചപ്പോൾ അതിനു വേണ്ടി എല്ലാ യൂണിയന്റെയും പ്രതിനിധികളെ അവിടെ വിളിച്ചിരുന്നു. അല്ലയോ? എന്നിട്ട് NSSന്റെ ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ ചോദ്യം ചോദിക്കുകയും പറയുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവര് പോയി 5 ദിവസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് 2 വന്നേക്കുന്നത്. 1 ചടയമംഗലം, 2 തിരുവല്ല. ഈ 2 സ്ഥലം. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോരുക. അതിന് നമുക്ക് കർഷകര് കൂടുതൽ പങ്കുചേരണം. ആ കാർഷിക സ്വഭാവത്തിന് വൃത്തിയോട് അഭിവൃദ്ധിയോട് തെക്കൻ ജില്ലയിലേക്ക് മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ. കാര്യം തെക്കൻ ജില്ല എന്ന് വെച്ചാൽ മറ്റവരെയും വടക്കരായിട്ട് കാണാൻ പറ്റില്ല. തിരുവല്ല എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്താണ്. മധ്യ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റം. അല്ലയോ? അതുകൊണ്ടാണ്. അപ്പൊ തെക്കേ അറ്റാകുമ്പോ നമ്മളെ കൂടെ നിന്നാ മതി. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതേപോലെ നമുക്ക് ഉപയോഗിക്കുന്നത് ആ ശരിയായ ജീവിതക്രമം നമ്മൾ മുന്നോട്ട്. അതോടൊപ്പം സാമ്പത്തികം ഉണ്ടാക്കുക, അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനോടൊപ്പം നമുക്ക് പുതിയ തലമുറ ഇന്നത്തെ പോക്ക് വളരെ മോശം എന്ന് ഞാൻ പറയില്ല, തൃപ്തികരമല്ല. അന്ന് പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഞാൻ രാവിലെ പത്രത്തിൽ വായിച്ചത് തന്നെ വെട്ടിക്കൊന്നവന് ജീവപര്യന്തം ശിക്ഷ. ഇന്നത്തെ പേപ്പറിലും കിടക്കുന്നു. നമ്മുടെ ഈ കൊല്ലത്തവിടെ ആണ് സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ. അതുപോലുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പറ്റൂ? നമ്മൾ അച്ഛൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, സഹപ്രവർത്തകർ, ബന്ധുക്കൾ, സഹായികൾ, അയൽക്കാർ എല്ലാം നമ്മൾ ഒന്നിലൊന്നിൽപ്പെട്ടതാണ്. അല്ലയോ? മനുഷ്യന് ആ മാനുഷികമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയാൽ ഫലം ദോഷകരമായിരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും വളർന്ന ഒരു സന്ദർഭം കാലഘട്ടമല്ല. അന്ന് നമ്മൾ വളരുമ്പോൾ അയൽവക്കക്കാര് പിള്ളേർ സെറ്റെല്ലാം കൂടെ ബാലാമണിയന്മാർ ഒത്തുചേർന്ന് അടികൂടി പന്ത് കളിച്ച് കുട്ടിയും കൊന്നും അടിച്ച് തമ്മിലടിയും കൂടി 2 ദിവസം പണങ്ങി 3 രോഗിയാവും. തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്റെ കാലഘട്ടം അങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെയായിരുന്നു. അല്ല, ഞാൻ സായിപ്പന്മാർ വളർന്ന് നമുക്കൊന്നും വളർന്നതല്ല കേട്ടോ. അതായത് അപ്പം നല്ലതും അഴുക്കയും തിരിച്ചറിയും. അല്ലയോ? മനുഷ്യൻ നല്ല പെരുമാറ്റത്തിന്റെ സ്വഭാവക്കാരാവും. പരസ്പരം കൂട്ടുകൂടാനും സഹകരിക്കാനും ഇണങ്ങിയും പിണങ്ങിയും സൗഹൃദം വളർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇന്ന് നമ്മുടെ കൊച്ചുങ്ങൾ ഒരു വീട്ടിൽ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, മക്കളുടെ മാക്സിമം 2 അല്ലേ ഇപ്പം? അല്ലേ? അത് കുറഞ്ഞു വരിക 1. ഇപ്പൊ ഇല്ലാത്തടവും പലയിടവും വരുന്നുണ്ട്. അതിന് ചുറ്റാകം മതിലും കാണും. വേറെ ലോകവുമായിട്ട് ബന്ധമില്ല. ടിവിയിലോ ഈ വാട്സാപ്പിൽ കാണുന്ന സൂത്രത്തിന് എന്താ പറയുന്നത്? യൂട്യൂബിൽ കൂടെ ആയിരിക്കും ജനങ്ങളെ കാണുന്നതും പരിചയപ്പെടുന്നതും. ആ രീതിയില്ല. ആരാ രക്ഷകർത്താക്കൾ? അവരെ എങ്ങനെ പെരുമാറണം? അവരോട് എങ്ങനെ ബഹുമാനത്തോടുകൂടി കാണിക്കണം? സഹോദരങ്ങളോട് എങ്ങനെ വേണം? സഹോദരിമാരോട് എങ്ങനെ വേണം? ബന്ധുക്കളോട് എങ്ങനെ വേണം? സഹപ്രവർത്തകരോട് എങ്ങനെ ഇടപെടണം? കൂട്ടുകാരുമായി എങ്ങനെ സഹകരിക്കണം? എങ്ങനെ അകലം പാലിക്കണം? അതും സൂക്ഷിക്കണം. അല്ലയോ? ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുകയാണ്. ഓരോ പ്രവൃത്തികളുടെയും നന്മ ഏത്, തിന്മ ഏതെന്നും ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലേ? അതിനാണ് നമ്മൾ NSS അതിനും കൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് കരയോഗങ്ങളിലെല്ലാം ആത്മീയ ക്ലാസുകളുടെ പഠനത്തിന് വേണ്ടി
നമ്മൾ എന്താ ആധ്യാത്മിക പഠന കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത്. തുടക്കത്തിൽ എല്ലാരും മറച്ചു നിന്നെങ്കിലും എല്ലാം ശരിയായ പാതയിലേക്ക് വന്നപ്പോഴാ കൊറോണ വന്നത്. അതിനുശേഷം പുനർജീവിപ്പിക്കാൻ നോക്കിയിട്ട് നമ്മുടെ യൂണിയനിൽ കുറെ എണ്ണം പുനർജീവിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് കൂടെ പുനർജീവിപ്പിക്കും. കാരണം ഈ കുട്ടികൾ പഠിക്കാൻ ആഴ്ചയിൽ 7 ദിവസവും പഠനവും ട്യൂഷനും അല്ലേ, ഇങ്ങനെയാണ്. അതിന്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ 1 മണിക്കൂർ നമ്മുടെ കരയോഗത്തിലോ അനുയോജ്യമായ ഒരു ഭവനത്തിലോ പൊതുവായ സ്ഥലത്തോ സ്ഥലം കണ്ടെത്തി നമ്മുടെ കരയോഗത്തിലുള്ള വിദ്യാഭ്യാസവും സാംസ്കാരിക കാര്യങ്ങളും ഒത്തിരി ആത്മീയ കാര്യങ്ങളും അറിയാവുന്നവരും നമ്മളുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും കുറിച്ച് കുറച്ച് അറിവുള്ളവരുമായിട്ടുള്ള ആളുകളെ കൊണ്ട് അവർക്ക് ക്ലാസ് എടുപ്പിക്കണം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഒരാഴ്ചയിൽ 1 ദിവസം. അവരെ ഞാൻ കൊച്ചുകൂടെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാനൊന്നും വലിയ പിള്ളേരെ വല്ലതും എടുത്തു വെച്ച് പഠിക്ക്, അല്ലാതെ ഇനിയിപ്പോ അതിനൊന്നും ചാടണ്ടെന്ന് പിള്ളേരുടെ പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ കൊച്ചുങ്ങൾ സത്യസന്ധരാണോ എന്ന് ഞാൻ നോക്കട്ടെ. ആരാണ്ട് വീട്ടിൽ അങ്ങനെ പറയുന്നത്? ആരാണ്ട് പുസ്തകം എടുത്തിട്ട് പഠി, ഇനിയിപ്പം ആത്മീയവും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആരാണ് വീട്ടില്? ആരും പറയില്ലല്ലോ, ആരും പറയില്ലല്ലോ. ഞാൻ വിശ്വസിക്കട്ടെ, ഞാൻ വിശ്വസിക്കാൻ പോവല്ല അവരെ. ആരും പറയില്ല. നല്ലത്, എന്റെ അറിവില്ലായ്മ ഞാൻ തിരുത്താറുണ്ട്. പക്ഷെ എനിക്കത് പ്രായോഗിക തലത്തിൽ കാണണം. എല്ലാ കരയോഗങ്ങളിലും ആത്മീയ ക്ലാസ് ഉണ്ടാവണം. അത് ഞായറാഴ്ച ദിവസം രാവിലെയോ വൈകുന്നേരമോ സൗകര്യപ്രദമായ ഒരു ദിവസം കരയോഗക്കാർ ഭവനങ്ങൾ സന്ദർശിച്ച് വീട്ടുകാരെ അറിയിക്കണം. അന്ന് കൃത്യമായും 1-1.5 മണിക്കൂർ ആ കുട്ടികൾ അവിടെ വന്നാൽ അവർക്ക് ഈശ്വരചിന്തയുടെ ആവശ്യകത, അത് എങ്ങനെ വിളക്ക് കത്തിക്കുന്നത്, വിളക്ക് തൊഴുന്നവര്, മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, സഹപാഠികളോട് നല്ലപോലെ പെരുമാറുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തികളുടെയും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ശക്തി അവർക്കുണ്ടാവണം. അല്ലേ? അത് വേണം. അതിന് പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഉള്ള നല്ല കഥകൾ അവർക്ക് പറഞ്ഞു കേൾക്കും. രസത്തോടുകൂടി അവർക്ക് കേൾക്കും. അവസാനം ആ കഥയുടെ അന്ത്യത്തിൽ ഏതിലും കാണും ദോഷം ചെയ്തവർക്ക് ദോഷഫലവും ഗുണം ചെയ്തവർക്ക് ഗുണഫലവും വരുന്ന കാര്യങ്ങളാണ്. അത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി അവരോട് തന്നെ നമ്മൾ സംവാദിക്കണം. അപ്പോൾ സൽക്കർമ്മം, സൽപ്രവൃത്തി ചെയ്തവർക്ക് നല്ലത് വന്നു, അല്ലേ? ദുഷ്കർമ്മം ചെയ്തവർക്ക് ഫലവും ദുഷ്ടകരമായി തന്നെ മാറി. അപ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം? സൽക്കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്തു വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. ആ കുട്ടികൾക്ക് ആ പാഠങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മൾ തന്നെ ചിലപ്പോ ഭംഗിയായി പഠിക്കും, നല്ല മാർക്ക് മേടിക്കും. ഒരു ദിവസം 2 മാർക്ക് 10 മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മുഖവും മാടി മനസ്സിന് മ്ലാനതയുണ്ട്, അല്ലയോ? അപ്പം സന്തോഷകരമായിട്ട് ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് വാടും. എന്തുകൊണ്ടാ? നമ്മുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും അവിടെ നഷ്ടപ്പെടുന്നു, അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നു, കാലടിച്ച് ഞാൻ ഇവിടെ വീണു, അയ്യോ എനിക്ക് വയ്യേന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിച്ചാൽ എനിക്ക് പിന്നെ മുന്നോട്ട് പോക്കണ്ടോ? തട്ടിക്കൊടന്ന് എഴുന്നേറ്റ് പൊടിയും തട്ടിയിട്ട് ഇതൊരു പാഠമാണ്, അല്ലയോ? ഞാൻ ഇവിടെ സൂക്ഷിക്കാതെ ഇവിടെ നിന്ന് ചാടിയതാ, തെറ്റി വീഴാൻ കഴിയും. ഇനി ഞാനത് സൂക്ഷിച്ച് ഇനി എന്നെ അങ്ങനെ ആരും വീഴ്ത്താൻ നോക്കണ്ട, അല്ലേ? ആ ആത്മധൈര്യം, മനോബലമാണ്. ഞാൻ ഈ ഉദാഹരണത്തിൽ നിന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയും വളർച്ചയും നിലനിൽപ്പും നമ്മുടെ ആത്മബലത്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. പ്രതിസന്ധികൾ വരും, അതിനെ അതിജീവിക്കണം. അതിനുള്ള മനോബലം നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകണം. അവിടെ ആടി തളർന്നു പോകരുത്, വീണു പോകരുത്. നമ്മൾ ആത്മധൈര്യത്തോടുകൂടി, മനോബലത്തോടുകൂടി, ശക്തിയോടുകൂടി ചെറിയ വീഴ്ചകളും താഴ്ചകളെയും തട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ആത്മവിശ്വാസമുള്ള, ശരിയായ നിശ്ചയദാർഢ്യമുള്ള, ആ നിശ്ചയിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഇച്ഛാശക്തിയുള്ള പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം. അത് കുറയുമ്പോഴാണ്
ദൗർബല്യമാർന്ന ജീവിതക്രമങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നത്. പുതിയ തലമുറകൾക്ക് വരുന്നൊരു പ്രശ്നവും അതാണ്. കാര്യം നമ്മുടെ കുട്ടിക്കാലത്ത് കോഴിക്കായിരുന്നാലും തീറ്റ അവിടെ ഇവിടെ ഇടുന്നത് കൊത്തിപ്പറക്കി ആടിനെ കാണുമ്പോൾ ഓടി അത് വന്ന് കൊത്തിപ്പറക്കി തിന്നുമായിരിക്കുന്നത്. അങ്ങനെയല്ലേ? ഇന്നാണെങ്കിൽ വളർത്തുകോഴികൾക്ക് തീറ്റ അകത്തോട്ടായി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ കൊച്ചുങ്ങൾക്കും ആഹാരം. പണ്ട് പറങ്ങാവിന്റെ മുട്ടിൽ നിന്ന് പറങ്ങാവിന് ഉള്ളിപ്പറക്കി ഒരു മാങ്ങയുടെ തുണ്ട് നനഞ്ഞ് വീണ അത് ഉള്ളിപ്പറക്കിയാ നമ്മൾ ഓടി കളിച്ചിട്ടുള്ളത് തിന്നാൻ, അല്ലയോ? ഇന്നെന്ന് പറയുമ്പം കോഴി വളർത്തുകോഴിക്ക് തീറ്റിയിടുന്നത് പോലെ കൊച്ചുങ്ങൾക്കും അത് തിന്നു, അല്ലയോ? അതല്ലാതെ അതിൻ്റെതായ ഭവിഷ്യത്ത് ഇത് എങ്ങനെയുണ്ടായി, ഏതിൽ ഉണ്ടായി, എങ്ങനെ നാളത്തേക്ക് നിലനിർത്തണം, അത് നമ്മുടെ പരമ്പരകൾക്ക് എങ്ങനെ നിലനിർത്തണം, ആ ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ വളർന്നുണ്ടാവണം, വേണ്ടേ? അതിന് ഈശ്വര ചിന്തയും ആളുകള് മുതിർന്നവർ അച്ഛനെയും അമ്മയും ബഹുമാനിക്കാനും, അതന്നെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ വരാന്തയിലെങ്ങാനും ഒന്ന് ഇരുന്ന് അച്ഛനെങ്ങാനും ഒന്ന് കയറി വരുന്ന കണ്ട അറിയാതെ ചാടിക്കൂട്ടി എഴുന്നേറ്റ്, അല്ലയോ? ശരിയല്ലയോ? നിങ്ങളാരും അങ്ങനെ അല്ലായിരുന്നു? നിങ്ങളൊക്കെ അങ്ങനെ അല്ലായിരുന്നു? എന്റെ അനുഭവം അങ്ങനെയൊക്കെയാ കേട്ടോ. അപ്പോഴേ ചാടിക്കൂട്ടി എഴുന്നേറ്റ്. ഇപ്പോഴാണെങ്കിൽ കുട്ടികള് എന്താ, അച്ഛനും അമ്മയെങ്ങാനും കയറി വരുവാണെങ്കിൽ നേരെ ഇരിക്കുകയാണെങ്കിൽ കാലുമേ കാല് കയറ്റിയിരുന്നു, എന്ത് അച്ഛൻ വരാൻ എന്നുള്ള ഡയലോഗാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ചിരിക്കുകയെന്നല്ല, സത്യമല്ലേ ഇന്നത്തെ കാലഘട്ടത്തില്ല. അപ്പം ആ കുട്ടികളിൽ അവരയിലെ കുറ്റമല്ല, നമ്മള് അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി എങ്ങനെ പെരുമാറണം, സൽക്കർമ്മങ്ങൾ എങ്ങനെ, തെറ്റായ പ്രവൃത്തികൾ എങ്ങനെ, കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം, അയൽക്കാരോട് എങ്ങനെ പെരുമാറണം, സഹപാഠികളോട് എങ്ങനെ പെരുമാറണം, മനുഷ്യൻ അവനവന്റെ വ്യക്തിത്വം എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതിനെയൊക്കെ കൊച്ചു കൊച്ചു കഥകളും ഉപകഥകളും പറഞ്ഞ് അവരെ ശരിയാക്കി. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പോയാൽ അവർക്കൊരു ആത്മധൈര്യവും മനോബലവും കിട്ടണം. ഈ ആത്മീയ ക്ലാസ്സിൽ തന്നെ അധ്യാപകരും വിദ്യാഭ്യാസമുള്ള ഒരു ക്ലാസ് എടുക്കും. കുട്ടികളെ ക്ലാസ്സുകളിൽ 5ാം ക്ലാസ്, 4ാം ക്ലാസ്, 6ാം ക്ലാസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരേ നേരം നിർത്തിയിട്ട് ക്ലാസ്സിലെ പാഠങ്ങളും ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിപ്പിച്ച് കുട്ടികളെ കൊണ്ട് ഒരു ഉത്സാഹം, അവർക്ക് ഒരു ആത്മബലം, ഒരു ഉത്സാഹവും വരും. പിള്ളേർ സെറ്റ് കൂടുമ്പം അങ്ങനെയായിരിക്കും. അതേപോലെ അവർക്ക് അതിനൊരു അരമണിക്കൂർ നിലനിർത്തണം. അങ്ങനെ എല്ലാ വിഭാക്കലെയും ആഗ്രഹമൊക്കെയുള്ള മനസ്സ് അവർക്കുണ്ടാവും. ആ ആത്മവിശ്വാസവും സൽസ്വഭാവത്തിന്റെ ഉടമകളായി തന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ, മാനവരാശിയോട് മനുഷ്യത്വമായ മനോഭാവവും പ്രവർത്തനവും ഉള്ളവരായിരിക്കാൻ നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കണം. അതിനാണ് ആത്മീയ ക്ലാസ്സിൽ 1 മണിക്കൂറെങ്കിലും വിടണമെന്ന് പറയുന്നത്. കുട്ടികൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും അവര് ഉത്തരം പറയാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. കാര്യം വീട്ടിലെ അമ്മമാരാണ്, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ അടിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ട്, നിങ്ങൾ അമ്മമാരാണ് കുട്ടികളെ ഇനിയിപ്പോ ട്യൂഷൻ അത് പിന്നെ എന്നും അങ്ങനെ മാറ്റല്ലേ. എന്റെ സഹോദരിമാർ, കുട്ടികളെ ആഴ്ചയിൽ 1 ദിവസം 1 മണിക്കൂർ സമയം നമ്മുടെ കരയോത്തില് ആത്മീയ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു വിടണം. അവര് കുറച്ച് അറിവുകൾ നേടി നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി, നല്ല ആത്മവിശ്വാസമുള്ളവരായി, നല്ല ഇച്ഛാശക്തിയും ചിന്താശക്തിയും ഉള്ളവരായി, നല്ല പെരുമാറ്റത്തിന്റെ ഉടമകളായി, നല്ല പ്രതീക്ഷയാർന്ന ജീവിതം നടത്തുന്നവരായി മാറ്റിയെടുക്കുവാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം, NSS രൂപം കൊടുത്തിട്ടുള്ളതെല്ലാം പ്രത്യേക ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ്. ആരെയും എതിരിടാനോ ആരോടും വഴക്കുണ്ടാക്കാനോ അല്ല, നല്ല കാര്യങ്ങൾ. പക്ഷേ സമൂഹത്തിലെ ഈശ്വരന്റെയും ആത്മീയ കാര്യങ്ങളിലും അനാവശ്യമായി ബന്ധപ്പെട്ടാൽ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ആയിരുന്നാലും ശരി, അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്താനുള്ള ആത്മധൈര്യം NSSനും അതിന്റെ നേതൃത്വത്തിനും ഉണ്ട്. 2-3-2.5 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രവേശനത്തിന്റെ പേരിൽ നമ്മുടെ വാക്കുകൾ കേൾക്കാതെ വന്നപ്പോൾ നമ്മൾ ശരിയായി രംഗത്തേക്ക് ഇറങ്ങി. നാമജപ ഘോഷയാത്രയിലൂടെ ഈശ്വര വിശ്വാസികൾ അവർ ഏത് രാഷ്ട്രീയമോ ഏത് ജാതിയോ ഏത് മതമായിരുന്നാലും ശരി, അവരെ മനസ്സുണർത്താനുള്ള നമ്മുടേതായിട്ടുള്ള നാമജപ ഘോഷയാത്ര
അതിന്റെ ഫലം ആ ബോർഡറുകൾ മാറ്റിവെച്ച് കോൾഡ് സ്റ്റോറേജിലേക്ക് ഇരിക്കുകയാണ്. ആ രീതിയിൽ ഇപ്പോഴും അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയോ വേറെ ഒന്നിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആചാരക്രമങ്ങളിലും സദാചാരബോധവും ഭാരതത്തിൻ്റെതായ സനാതന ധർമ്മങ്ങളും ഒന്ന് ഉടച്ചു വാർക്കാൻ അതാരും ഇട്ട് ഉടയ്ക്കേണ്ട കാര്യമില്ല, അല്ലയോ? നല്ല കാര്യങ്ങളിൽ ഉടയ്ക്കേണ്ട. നേരെ മറിച്ച് ഈശ്വരൻ ഇല്ല എന്നും ദൈവം എന്ന് പറയുന്ന മിഥ്യയാണെന്നും ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന അജ്ഞതയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഈശ്വര വിശ്വാസികളെ പ്രത്യേകിച്ച് പഠിപ്പിച്ചെടുക്കേണ്ട കാര്യം. നമുക്ക് കാലാകാലങ്ങളായി ആചരിച്ചു പോകുന്ന ഒരു രീതി കാണുന്നു. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അത് വിശ്വാസികളുടെ കാര്യമാണ്. അതിൽ നിരീശ്വരവാദികളും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ 3-4 ദിവസം കൊണ്ട് കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർ ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് പോലെ ഓരോരുത്തര് മാലയിടൂലി. നമ്മള് ദൈവത്തിന്റെ ഫോട്ടോയിൽ മാലയിട്ട് ഇന്നത്തെ പത്രം എടുത്ത് നോക്കും, മാലയിട്ട് അവിടെ ആരാധിച്ചു കൊണ്ടുവരുന്നത്. ആ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആരെയാണ് അല്ലേ? നമ്മുടെ ഈശ്വരന്റെയും ഈശ്വര അനുഗ്രഹത്തിലും ഊന്നി ആ പ്രപഞ്ചശക്തിയെ ഓരോ പ്രദേശത്തും ഓരോ സ്വഭാവത്തിലും ആചരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വരുന്നവരാണ്. ആ ചിട്ടകളാരും മാറ്റാൻ വരണ്ട. ശക്തമായ ഭാഷയിൽ തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി അത് സൂചിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. എന്നാൽ ഈ ഹിന്ദുക്കളുടെ അല്ലാത്ത വേറെ ആരെയും പറയണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റുള്ളവർക്കുള്ള ആചാരക്രമം നിങ്ങൾ ഇങ്ങനെയൊന്ന് മാറ്റണമെന്നൊന്നും പറയാത്തെന്താ? ഇത് എല്ലാവർക്കും കയറി നിരങ്ങാനുള്ളതാണോ ഹിന്ദുത്വം? അല്ലല്ലോ. അതുകൊണ്ട് വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കും. അതാണ് NSSന്റെ സ്റ്റാൻഡ്. അതല്ലേ നല്ലത്. വിശ്വാസമില്ല വേണ്ട, അല്ലയോ? അവരെ ആരും അടിക്കുകയില്ല. അവരവരുടെ ജീവിത രീതി അനുസരിച്ച് പോട്ടെ. ആ രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകാൻ. NSSന്റെ ആ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ ജനറൽ സെക്രട്ടറി നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് ജയന്തി സമ്മേളനത്തിന് സൂചിപ്പിക്കുകയും ചെയ്തു. ആ രീതിയിൽ ചിട്ടയാറും നമുക്ക് മുന്നോട്ട് പോകും. ഈ വർഷവും നമുക്ക് മേഖലാ സമ്മേളനങ്ങളുണ്ട്. ആ മേഖലാ സമ്മേളനങ്ങൾക്ക് വെളിനല്ലൂർ മേഖലയ്ക്ക് 8/2/2024 10 AM 2024 എന്നാണ് എനിക്ക് എഴുതിത്തന്ന്. നിങ്ങൾ തെറ്റിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ 25 തന്നെ പറഞ്ഞുതരാൻ. ഇവർ എഴുതിത്തന്ന് 24, അപ്പം 25 കേട്ടോ. 8/2/2025 10 മണിക്ക് ഓയൂർ NVP ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും. ഇന്നത്തെ ഈ വിതരണം ഒഴിച്ച് ബാക്കിയുള്ള ആനുകൂല്യങ്ങളും യൂണിയന്റെ ആനുകൂല്യങ്ങളും കുട്ടികളുടെ സ്കോളർഷിപ്പുകൾ, എൻഡോവ്മെന്റുകൾ, വാർദ്ധക്യകാല പെൻഷൻ എല്ലാം അന്ന് വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ അതിനൊരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് NSSന്റെ ധനസഹായം നൽകുന്നില്ലേ? അത് മേടിക്കാനല്ലേ നിങ്ങൾ വന്നത്? അല്ല അല്ല, വെറുതെ എന്നാണ്. ശരി, മേടിച്ചിട്ട് മോളെ നീ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം, നമ്മള് ഇന്ന് വന്നിട്ടുള്ള കുട്ടികളെല്ലാം അവരെ പേര് ഉണ്ടല്ലോ. കൃത്യമായും അന്നേ ദിവസം വെളുന്നല്ലൂർ മേഖലയിലുള്ളവർ ആ മേഖലത്തിൽ ഉണ്ടായിരിക്കണം. രക്ഷകർത്താക്കളും ഉണ്ടായിരിക്കണം. അടുത്ത രണ്ടാമത് കടയ്ക്കൽ മേഖലയ്ക്കാണ്. അത് 9/2/2025 2 മണിക്കാണ്. ആ കടയ്ക്കൽ മേഖലയിലുള്ളവരും അതേപോലെ കുട്ടികളും എത്തിയിരിക്കണം. ഇളമാട് മേഖലയ്ക്ക് കടയ്ക്കല് പാവല്ല ഓഡിറ്റോറിയം, കടയ്ക്കൽ ആൽത്തറമുടൽ ദേവീ ക്ഷേത്രത്തിൽ ചേർന്നുള്ള ഓഡിറ്റോറിയം NSSൽ വരുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലയോ? അല്ലേടേ? നിങ്ങൾ എന്തോന്ന് ചോദിച്ചാലും അനക്കമില്ല, ഇല്ലേ? അറിഞ്ഞൂടെ? അറിയാം. വാദമൊന്നും ആരും സംസാരിക്കില്ല. അല്ലാത്തപ്പോ സ്ത്രീകളുടെ സംസാരം കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞോളൂ കേട്ടോ. കടയ്ക്കൽ മേഖല പാവല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച 9/2/25 ആൽത്തറ. 3 ഇളമാടിന്റെ തീർച്ചയായില്ലല്ലോ. ഇട്ടിവ മേഖല 23/2/24 അതും ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീ ഗണേഷ് ഓഡിറ്റോറിയം കോട്ടിക്കൽ വെച്ച. ആ മേഖലയിലുള്ള ഇന്ന് മേടിക്കുന്ന കുട്ടികളും എല്ലാവരും കൊണ്ട് എത്തണം. ഇവിടെ പേര് കാണും, അന്ന് പേര് വിളിക്കുകയും ചെയ്യും. ചടയമംഗലം മേഖല 2/3/2025 2 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നടത്തുന്നത്.
എളമാട് മേഖലയുടെ കൃത്യമായ തീയതി പിന്നീട് ആ മേഖലയിലുള്ളവരെ അറിയിക്കും. കാര്യം ഒരു സ്ഥലവും കൂടെ കൃത്യമായിട്ട് വേണം നടത്താൻ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അറിയിക്കും. അതിൽ എല്ലാവരും പങ്കെടുക്കണം. ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടും ഐക്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ഇങ്ങനെ പാടിക്കാൻ അതിനിടെ അപ്പൊ ഉറക്കം വരുന്നുണ്ട് അല്ലയോ? അങ്ങനെ എന്റെ ശബ്ദത്തിന്റെ മാധുര്യം കൊണ്ടാ നിങ്ങൾക്ക് ഉറക്കം വരുന്നതെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. സത്യത്തിൽ എനിക്ക് മധുരമുള്ള ശബ്ദം അല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ നീ ഇടാമോനെ പാടിച്ച് ഉറക്കം തുടങ്ങുന്നുണ്ടപ്പം ഞാൻ വിചാരിച്ചു, എന്റെ ശബ്ദം എത്ര സുഖാതരം അല്ലയോ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് എല്ലാവരെയും നല്ല രീതിയിലുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിന് NSSന്റെയും കരയോഗത്തിന്റെയും കീഴിൽ നല്ല സഹകരണത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം എനിക്കൊരു അപേക്ഷയുണ്ട്. കരയോഗം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഞങ്ങളൊരു തീരുമാനമെടുത്ത് അറിയിക്കാം. ഈ ക്ഷേമനിധിയുടെ കണക്കും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നേക്കാം. നിങ്ങൾ ഓരോ കരയോഗക്കാരും നിശ്ചിത തുക വെച്ച് നിങ്ങൾ ഈ ക്ഷേമനിധിയിൽ സംഭാവന ചെയ്യും. ആ പൈസ അവിടെ തന്നെ കൃത്യമായി അത് ഭാവിയിലും നമ്മുടെ കൊച്ചുങ്ങൾക്ക്, ഞാനും നിങ്ങളും പോയാലും നമ്മുടെ പരമ്പരകൾ കാണും. നമുക്ക് തന്നെ നമ്മുടെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങോട്ട് ഉള്ളത് അറിഞ്ഞൂടല്ലോ, മക്കള് കൊച്ചുമക്കള് അതിനപ്പുറത്തോട്ട് വലുതായിട്ട് അറിഞ്ഞൂടല്ലോ. അപ്പം നമ്മുടെ പരമ്പരകൾ, ആ പരമ്പരകൾക്ക് താങ്ങും തണലുമായി ഉള്ള നിക്ഷേപമാക്കി മാറ്റാൻ നിങ്ങളും കൂടെ സഹകരിക്കണം. വ്യക്തിപരമായി നിങ്ങൾക്ക് അറിയാവുന്ന ഉദാരമതികളുണ്ടെങ്കിൽ അവരെ കൂടെ കൂടി നല്ല സംഭാവനകൾ അവരെ പേര് ഈ തരുന്നവരുടെയും എല്ലാ വർഷവും ഇറങ്ങുന്ന ബഡ്ജറ്റ് ബുക്കിൽ കാണും, നോക്കി ബോധ്യപ്പെട്ടു. അതിനെല്ലാ സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് സാമ്പത്തിക സഹായം NSSൽ നിന്ന് അനുവദിച്ചു കിട്ടിയ തുക ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പുമായി മുന്നോട്ട് പോകാം. എന്റെ വാക്കുകൾ കൂടെ ഉപസംഹരിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് NSS. ശരി, മേഖലാ മീറ്റിംഗിന്റെ നോട്ടീസ് എല്ലാ മേഖലയിലുമുള്ള കരയോഗം പ്രസിഡന്റുമാർ വാങ്ങിക്കൊണ്ട് തന്നെ പോകണം. ഇവിടെ ഉണ്ടായിരുന്നു അതാത് മേഖലയിലെ കരയോഗം പ്രസിഡന്റോ സെക്രട്ടറിമാരോ വന്ന് ഈ മേഖലാ മീറ്റിംഗിന്റെ നോട്ടീസ് കൈപ്പറ്റണം. അതോടൊപ്പം തന്നെ അതിൽ നമ്മുടെ സമന്നതിയുടെ കേരള മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിദ്യാസമന്നതി. അത് ഈ ജനുവരി 2 മുതൽ 20-ാം തീയതി വരെയാണ് അയക്കുന്നതിന്റെ ഡേറ്റ്. ലാസ്റ്റ് ജനുവരി 20-ാം തീയതിയാണ്. 8ാം ക്ലാസ് മുതൽ അതിന് മുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 4 ലക്ഷം രൂപയാണ് അതിന്റെ വരുമാന പരിധി. അതിൽ കവിയാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് സഹിതം, വരുമാന സർട്ടിഫിക്കറ്റ് സഹിതം മുന്നോക്ക കോർപ്പറേഷനിലേക്ക് അപേക്ഷ അയക്കാം. അതിന്റെ അവസാന തീയതി ജനുവരി 20 ആണ്. അതിന്റെ വിശദമായ വിവരമടങ്ങിയ ഒരു സർക്കുലർ കൂടി ഈ കവറിനകത്തുണ്ട്. അത് നിങ്ങൾ കരയോഗത്തിന്റെ പൊതുയോഗത്തിൽ അടിയന്തരമായി വായിച്ച് അർഹരായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് അപേക്ഷിക്കാൻ കഴിയും. കരയോഗത്തിന്റെയോ യൂണിയന്റെയോ കത്തൊന്നും വേണ്ട. വരുമാന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും മാത്രം മതി. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആയുഷ്മാൻ ഭാരത്. 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാവുന്ന ഒരു കാര്യം. അതും അക്ഷയ കേന്ദ്രത്തിൽ വഴി അപേക്ഷിക്കാം. അത് നിങ്ങൾ കരയോഗത്തിന്റെ മീറ്റിംഗിൽ ഇതൊക്കെ പറയണം. ഇത്തരത്തിലുള്ള സ്കീമുകളുണ്ട്, അത് എങ്ങനെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. പരമാവധി നമ്മുടെ ആൾക്കാരെ ഈ പദ്ധതികളിൽ പങ്കാളികളാക്കുകയും വേണം. അപ്പൊ ഞാൻ കരയോഗത്തിന്റെ പേര് വായിക്കാം. പ്രസിഡന്റോ സെക്രട്ടറിയോ വന്ന് ഈ സർക്കുലർ കൈപ്പറ്റേണ്ടതാണ്. 12-18 ത്രാങ്ങോട് ഇട്ടിവ മേഖല ത്രാങ്ങോട്. അടുത്ത 12-29 വയല. 12-29 വയല NSS കരയോഗം. 13-35 കന്നേത്ത് കോട്ടുക്കൽ. 13-35 കന്നേത്ത് കോട്ടുക്കൽ. വടക്കേ കോട്ടുക്കൽ. കന്നേത്ത് കോട്ടുക്കൽ, വടക്കേ കോട്ടുക്കൽ. വയ്യാനത്ത് നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വയ്യാന
2608 ക്ലാവോട്, 2608 ക്ലാവോട്. 3058 പടിഞ്ഞാറേ വയല, 3058 പടിഞ്ഞാറേ വയല. 3384 മലപ്പേരൂർ, 3384 മലപ്പേരൂർ. 3504 ആലങ്കോട്, 3504 ആലങ്കോട്. ഈ കരയോക്കാര് വന്നിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് വന്ന് രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ച് കരയോഗം പ്രസിഡന്റ് സെക്രട്ടറി ഏൽപ്പിക്കാം. അതാത് കൺസേൺഡ് കരയോഗത്തിൽ നിന്ന് വന്നിട്ടുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ കരയോഗം സെക്രട്ടറിമാരെ ഇന്ന് തന്നെ ഏൽപ്പിക്കണം. 3504 ആലങ്കോട്. 3594 കാഞ്ഞിരമ്പള വയല. 3647 നെടുപുറം. തുടയന്നൂർ 429 തുടയന്നൂർ. 4556 മുരിയനെല്ലൂർ. 4556 മുരിയനെല്ലൂർ. വെളുന്തറ 4417 വെളുന്തറ. 1615 തെക്കേക്കോട്ടുക്കൽ. ഇട്ടിവ മേഖലയിൽ നിന്നും ആരെങ്കിലും ഇനി ഈ സർക്കുലർ കൈപ്പറ്റാനുണ്ടെങ്കിൽ യൂണിയൻ താഴത്തെ ഓഫീസുമായി ബന്ധപ്പെടണം. അടുത്ത കടയ്ക്കൽ മേഖലയാണ് വാങ്ങിക്കുന്നത്. കാഞ്ഞിരപ്പുഴ കടയ്ക്കൽ മേഖല 426 കടയ്ക്കൽ, 426 കടയ്ക്കൽ. ഐരക്കുഴി 425 ഐരക്കുഴി. തച്ചോണം അടുത്ത 421 തച്ചോണം, 421 തച്ചോണം. ആഴ്ത്രമൂട് 433 ആഴ്ത്രമൂട്. ഈ ആഴ്ത്രമൂടിൽ നിന്ന് വന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ, ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ വന്ന രക്ഷിതാക്കളുണ്ട്, അവരത് കൈപ്പറ്റി കരയോഗ സെക്രട്ടറി പ്രസിഡന്റിനെ കൊടുത്തിരുന്നാൽ മതി. 2044 മങ്കാട്, മങ്കാട്. ഏതാ മങ്കാട്. മുകുന്നേരി 2164 മുകുന്നേരി. മുകുന്നേരി. ചിതറ കിഴക്ക് 2281 ചിതറ കിഴക്ക്. അവിടുന്ന് രക്ഷിതാക്കൾ വന്ന് കരയോഗ സെക്രട്ടറി ഹോസ്പിറ്റലിൽ പോയേക്കെന്ന് അറിയിച്ചിരുന്നു. ചിതറയിൽ നിന്ന് വന്ന കുട്ടികളുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കണം. ചിറവൂര്, ചിറവൂർ കരയോഗം. മടത്തറ. ദർപ്പക്കാട്. ദർപ്പക്കാട്, ദർപ്പക്കാട്. കടയ്ക്കൽ വടക്ക്. മുല്ലക്കര. ഹലോ ഹലോ മുല്ലക്കര. ഹലോ ആനപ്പാറ. ഹലോ ആനപ്പാറ. പയ്യാനന്തരം താഴത്തരം മാറ്റി. ആനപ്പാറ. ഇലവുപാലം, ഇലവുപാലം. കുമ്പിൾ കരയോഗം. കുമ്പിള. തേക്കൽ കിഴക്ക്, തേക്കൽ കിഴക്ക്. പ്ലാവറപ്പൊയ്ക. ഇത് കട്ട് ചെയ്തോ? ഭൂതക്കുഴി. ഈ ലൈവ് നിർത്തട്ടാ. തീർന്നു 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 തീർന്നു. തൂറ്റിക്കൽ. ബൗണ്ടർമുക്ക്. കൊല്ലായിൽ. മധുരക്കരയോഗം താഴെയുണ്ട്. കൊല്ലായിൽ. അടുത്ത വെളുന്നല്ലൂർ മേഖലയാണ്. ചെങ്കൂർ NSS കരയോഗം. അടുത്തല. 4 വർഷമായി.
ഉഗ്രംകുന്ന് കിഴക്ക് 43-44, ആക്കൽ 45-01 ആക്കൽ, ആറ്റൂർക്കോണം 41-73 ആറ്റൂർക്കോണം. നേരത്തെ പറഞ്ഞതുപോലെ ആ കരയോഗങ്ങളിൽ വന്ന രക്ഷിതാക്കളോ കുട്ടികളോ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കരയോഗം സെക്രട്ടറി ഏൽപ്പിക്കാം. വെളുനെല്ലൂർ 41-36 വെളുനെല്ലൂർ അവര് വന്ന് മേടിച്ചോ. നെടുങ്ങോട് 40-97 നെടുങ്ങോട് കരയോഗം കൊണ്ട് കൊടുക്കണം കേട്ടോ. 39-16 മരുതമംപള്ളി, 39-16 മരുതമംപള്ളി പോണം. 39-06 മരുതമംപള്ളി, 38-45 മരുതമംപള്ളി പടിഞ്ഞാറ്, 38-45 മരുതമംപള്ളി പടിഞ്ഞാറ്, 38-38 ഓയൂർ NSS കരയോഗം ഉണ്ടായിരുന്നല്ലോ. നെടുവേലി 25-66 നെടുവേലി, 27-01 മീയന, 22-24 ചെറിയ വെളുന്നല്ലൂർ, 21-58 ചെങ്കുളം 21-18 കോഴിക്കോട് 20-88 മയിലോട്, 17-96 ഉഗ്രംകുന്ന്, 14-43 മരുതമംപള്ളി ഉണ്ടോ? 13-09 കരിങ്ങന്നൂർ, 11-65 നെല്ലിപ്പറമ്പ്, 11-65 നെല്ലിപ്പറമ്പ്. അടുത്ത ചടയമംഗലം മേഖലയാണ്. അറുന്നൂറ്റി ചടയമംഗലം ഉണ്ട്. ഒരു താഴെ നിൽപ്പുണ്ടെന്ന് 11-54 പോരേടം ചടയമംഗലത്തിൽ, 11-55 മുരുക്കുമൺ, 11-54 പോരേടം മുരുക്കുമൺ, 14-90 വെള്ളൂപ്പാറ, 14-90 വെള്ളൂപ്പാറ. താഴെ പ്രായം ചെന്ന കൊടുക്കാൻ വെള്ളൂപ്പാറ. 14-97 കുരിയോട്, 14-97 കുരിയോട്, 15-08 തൊട്ടുപള്ളി, 14-97 കുരിയോട്, 15-08 തൊട്ടുപള്ളി, 15-95 കാരോട്. അവിടുന്ന് അവര് കരയോഗത്തിന്റെ ഉദ്ഘാടനമായിട്ടൊന്നും വന്നിട്ടില്ല. കൊടുത്തേക്ക് കൊടുത്തു. 15-08 തൊട്ടുപള്ളി, 15-95 കാരോട്. രക്ഷിതാക്കൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കരയോഗം സെക്രട്ടറിമാരെ ഏൽപ്പിക്കണം. 16-54 ചടയമംഗലം കിഴക്ക്, 24-05 ഇടയ്ക്കോട്, 36-07 വെട്ടുവഴി, 36-07 വെട്ടുവഴി, 36-30 നിലമേൽ. നിലമേന്ന് കുട്ടികളുണ്ടോ? ഒരു കരുവക്കാരെ വിളിച്ചു പറഞ്ഞു, ഇവര് കറന്തൂരിൽ പോയി രണ്ടുപേരും ഇല്ലെന്ന് പറഞ്ഞു. 36-30 മൂലംകോട്, 42-14 മൂലംകോട്, 45-67 കലയം, തെരുവിൻ ഭാഗം 48-96 തെരുവിൻ ഭാഗം, ചടയമംഗലം പടിഞ്ഞാറ് 51-66
ചടയമംഗലം പടിഞ്ഞാറ് 4894 കൈതോട്, 5862 65 കള്ളിക്കാട്. ഇനി എളമാട് മേഖലയ്ക്ക് വിദ്യാസമൃദ്ധിയുടെ മാത്രം സർക്കുലർ ഉണ്ട്. മറ്റേ എളമാട് മേഖലയുടെ പ്രോഗ്രാം ഷെഡ്യൂള് കറക്റ്റ് ആവാത്തതുകൊണ്ട് ആ നോട്ടീസ് ഇല്ല. വിദ്യാസമൃദ്ധിയുടെ മാത്രമുണ്ട്, അത് കൈപ്പറ്റാം. അണ്ടൂർ കരയോഗം 476 അണ്ടൂർ, 1164 നെട്ടയം, 1272 ചെറുവക്കൽ, 1339 അർക്കന്നൂർ, 1339 അർക്കന്നൂർ, 1452 എളമാട്, എളമാട് ഗിരീഷ്, 1553 വയക്കൽ, 1562 പാറങ്കോട്, 1562 പാറങ്കോട്, 1760 മരങ്ങാട്ടുകോണം, 1760 മരങ്ങാട്ടുകോണം, 1916 പൊലിക്കോട്, 2463 തേവന്നൂർ കിഴക്ക് വേണാമൂല, 2607 അർക്കന്നൂർ പടിഞ്ഞാറ്. ഏതാ? നാപ്പത്തേഴ് 26 അർക്കന്നൂർ പടിഞ്ഞാറ്, അർക്കന്നൂർ പടിഞ്ഞാറ്. 23 29 വേങ്ങൂർ, വേങ്ങൂർ കരയോ ഉണ്ടോ? മുപ്പത്തഞ്ച് 89 മേൽക്കുളങ്ങര, 4027 തേവന്നൂർ വടക്ക്, 4027 തേവന്നൂർ വടക്ക്, 4578 വാളകം, 4731 വെള്ളച്ചാൽ. ഇനി ആരെങ്കിലും വാങ്ങിക്കാറുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. രക്ഷിതാക്കളും കുട്ടികളും കൈപ്പറ്റിയ സർക്കുലർ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ബന്ധപ്പെട്ട കരുവത്തിന്റെ പ്രസിഡന്റിനെയോ സെക്രട്ടറിമാരെയോ ഏൽപ്പിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ ധനസഹായ വിതരണമാണ്. ഈ പേര് വായിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് ഈ ധനസഹായ തുക കൈപ്പറ്റുകയും വൗച്ചറിൽ ഒപ്പിടുകയും വേണം. നാനൂറ്റി 21 തച്ചോണം ശ്രീഹരി, നാനൂറ്റി 25 ഐരപ്പള്ളി കരയോഗത്തിലെ ഗോപിക, 426 കടകൽ കരയോഗത്തിലെ വൈഗ BS, 428 മധുര കരയോഗത്തിലെ അഭിറാം. ഹലോ, ആ അല്ല ഞാനേത് ഒരുപാട് നേരമായി, അതുകൊണ്ട് തട്ടി കേട്ടൊന്നുമില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നേ. ആ ആ ആ കണ്ടു ഇത് ടൈം. ആ ഓ ശരി, ഇല്ല ഇല്ല ഇല്ല. 429 തുഴയന്നൂർ കരയോഗത്തിലെ ആരോമൽ. ആ ഏതാണ്? 433 ആൽത്തറമുള്ള കരയോഗത്തിലെ വിഷ്ണു B. ആ അമ്പലത്തിൽ പോയി. ആ ഓ ഓ ശരി, ഓ ശരി. ആ ഞാനിവിടെ എല്ലാം ഉണ്ട്.
ആ ഓ ഓ ശരി. ഒന്ന് വിളിച്ചോ. 476 അണ്ടൂർ കലയോത്തിലെ അതുൽ PV. ഹലോ അറുന്നൂറ്റി 14 ചടയമംഗലം കരയോത്തിലെ മാധവ് മഞ്ചേഷ്. ഹലോ ഹലോ ആ ആ ആ 1154 പോരാട കരയോത്തിലെ അഭിനാഥ് എസ്. ആ ചെയ്യാം ചെയ്യാം ചെയ്യാം. ആ ആ 1155 മുരുകുമൺ കരയോത്തിലെ സിയ കൃഷ്ണ KR. ഈ വിദ്യാഭ്യാസ ധനസഹായം വായിക്കുന്ന കുട്ടികൾ അവിടെ ഒപ്പിട്ടിട്ട് വേണം പോകാനെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. 1155 മുരുകുമൺ കരയോത്തിലെ സിയ കൃഷ്ണ. 1166 നെട്ടയ കരയോത്തിലെ അമിത് A നായർ. 1165 നെല്ലിപ്പറമ്പ് കരയോത്തിലെ അരുൺ വിജയൻ. 1218 ത്രാങ്ങോട് കരയോത്തിലെ അഷ്ടമിയെ. 1218 ത്രാങ്ങോട് കരയോത്തിലെ അഷ്ടമിയെ. 1229 വയല കരയോത്തിലെ സഞ്ജയ് S. 1272 ചെറുവക്കൽ കരയോത്തിലെ നവീൻ കൃഷ്ണൻ. 1309 കരിങ്ങന്നൂർ കരയോത്തിലെ ഐശ്വര്യ V. 1322 വെള്ളാരംകുളം കരയോഗത്തിലെ അച്ചു സജി. വെള്ളാരംകുളം കരയോഗത്തിലെ അച്ചു സജി. 1339 അർക്കന്നൂർ കരയോഗത്തിലെ അനഘ S മനോജ്. 1379 വയ്യാന കരയോഗത്തിലെ ആദിത്യരാജ്. 1443 മരുതമൺപള്ളി കരയോഗത്തിലെ സന്ദീപ് യു. 1452 ഇളമാട് കരയോഗത്തിലെ അനന്തകൃഷ്ണൻ RS. 1461 വടക്കേക്കോട്ടുകൽ കരയോഗത്തിലെ സിബിൻ SB. 1490 വെള്ളൂപ്പാറ കരയോഗത്തിലെ അഭിജിത്ത് C. 1497 കുലിയോട് കരയോഗത്തിലെ അപ്സര ഷാജി. 1498
1508 തൊട്ടുപള്ളി കരയോഗത്തിലെ അജയ് SP. ഈ വിളിക്കുന്ന കരയോഗത്തിന്റെ സെക്രട്ടറിമാരൊന്നും മുന്നോട്ട് വരണേ. വെളുന്നല്ലൂർ കരയോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലയം കരയോഗം, ഇലവുപാലം, ഇടയ്ക്കോട്, കാഞ്ഞിരമ്പുഴ കൂപ്പൺ തരാനാണ്. മേടിച്ചില്ലായിരുന്നു. കലയം, ഇലവുപാലം, ഇടയ്ക്കോട്, കാഞ്ഞിരമ്പുഴ. 1508 തൊട്ടുപള്ളി കരയോഗത്തിലെ അജയ് SP. (1553) വൈക്കൽ കരയോഗത്തിലെ ശിവനന്ദ S. 1562 പാറക്കോട് കരയോഗത്തിലെ ശ്രാവൺ MDS. 1595 കാരോട് കരയോഗത്തിലെ അഭിരാമി SS. ഒരറിയിപ്പ് കൂടി, ഈ വിദ്യാഭ്യാസ ധനസഹായം വാങ്ങിക്കുന്നവര് ദയവ് ചെയ്ത് അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുക. ഒരുമിച്ച് നമുക്ക് പിരിയാന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. 16-15 തെക്കേക്കോട്ടുകൽ കരയോഗത്തിലെ ശ്രീഹരിയം. 1864 ചടയമംഗലം കിഴക്ക് കരയോഗത്തിലെ നക്ഷത്ര ജയ. 1760 മരിങ്ങാട്ടുകുളം കരയോഗത്തിലെ ഹരിനന്ദനാവി. 'കുട്ടിയില്ലെങ്കിൽ കരയോഗത്തിലെ കുട്ടിയില്ലെങ്കിൽ കരയോഗത്തിന്റെ സെക്രട്ടറി ഇന്ന് വന്നിട്ടുള്ളവര് അത് ഏറ്റുവാങ്ങണമെന്നുകൂടി അറിയിക്കുന്നു. 1796 ഉഗ്രകുന്ന് കരയോഗത്തിലെ നയന ബിയ. 1916 പുലിക്കോട് കരയോഗത്തിലെ അക്ഷയ് VN. 2047 മങ്കാട് കരയോഗത്തിലെ നന്ദന B നായർ. 2088 മൈലോട് കരയോഗത്തിലെ അശ്വനി പ്രശാന്ത്. 2118 കോഴിക്കോട് കരയോഗത്തിലെ അർച്ചന B. 2158 ചെങ്കുളം കരയോഗത്തിലെ വൈഷ്ണവ് അരുൺ. 2164 മുകുന്ദേരി കരയോഗത്തിലെ അഭിരാമി M. സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ധനസഹായ വിതരണത്തിന്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകും. നന്ദി, നമസ്കാരം. 22-24 ചെറിയവളനല്ലൂർ കരയോഗത്തിലെ പൂജാ പ്രസാദ്.